അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 12/6/2026 അൽ ഹിജ്റത്തുൻ നബവിയ്യ എന്ന തലക്കെട്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ പാഠങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നബിതങ്ങളും മഹാന്മാരായ സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പലായനം, മൂല്യങ്ങളും വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹാബത്ത് തിരുനബിയുടെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് ജന്മദേശം വിട്ടുകൊണ്ട് മദീനയിലേക്ക് സഞ്ചാരം തിരിക്കുകയാണ്. ഹിജ്റയിൽ നബിതങ്ങളോടുള്ള അതിരറ്റ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് മഹാന്മാരായ സഹാബത്ത്. അതിൽ ഏറെ തിളക്കമുള്ളതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവാചക സ്നേഹ പാഠങ്ങൾ. നബിതങ്ങൾ ഹിജ്റക്ക് അനുമതി കൊടുത്തപ്പോൾ ആദ്യമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, തിരുദൂതരെ, ഞാൻ തങ്ങളുടെ സന്തത സഹചാരിയായി കൂടെ പോരട്ടെ എന്നാണ്. അവിടെ നിന്ന് പറഞ്ഞു അസ്സുഹ്ബ, അതെ അബൂബക്കർ, നീ എൻ്റെ സഹചാരിയായി കൂടെ ഉണ്ടാവും. ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബൂബക്കറിൻ യബ്കി യൗമഇദിൻ ഫറഹ. സന്തോഷാധിക്യത്താൽ ഒരാളും ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തോഷത്താൽ കരഞ്ഞതുപോലെ. എന്തൊരു സ്നേഹമാണിത്! ഹിജ്റയുടെ സഞ്ചാര വഴികൾ ഏറെ അപകടം നിറഞ്ഞതാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനറിയാം. എന്നാലും സന്തോഷം കൊണ്ട് അവിടത്തെ ആനന്ദാശ്രു പൊഴിക്കുകയാണ്. അത്ഭുതം, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തത്തെക്കാൾ കൂടുതൽ നബിതങ്ങളുടെ കാര്യം ചിന്തിക്കുകയാണ്. അവിടുന്ന് കൂടെ നടക്കുമ്പോൾ മുന്നിൽ നടക്കും, ഇടക്ക് പിന്നിലേക്ക് മാറും, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കുമൊക്കെ തെന്നി നീങ്ങും. ഇതു കണ്ട നബിതങ്ങൾ ചോദിച്ചു, മാലക തംഷി സാഅത്തൻ ബൈന യദയ്യ സാഅത്തൻ ഖൽഫി. അബൂബക്കർ, നിനക്ക് എന്തു പറ്റി? നീ ചിലപ്പോൾ എൻ്റെ പുറകെ നടക്കുന്നു, ചിലപ്പോൾ എൻ്റെ മുന്നേ നടക്കുന്നു. അവിടുന്ന് പറഞ്ഞു, അദ്കുർ തലബ് ഫഅംഷി ഖൽഫക് സുമ്മ അദ്കുർ റസദ് ഫഅംഷി ബൈന യദയ്ക്. ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കും, അപ്പോൾ പുറകോട്ട് മാറും. തങ്ങളുടെ സംരക്ഷണം ഓർത്ത് ഉടനെ ഞാൻ മുന്നിലോട്ട് മാറും. നബിതങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ, ലൗ കാന ശൈഉൻ അഹ്ബബ്ത അൻ യകൂന ബി ബികദൂനി. അബൂബക്കർ, നീ ഇഷ്ടപ്പെട്ടിരുന്നോ എനിക്കില്ലാത്ത എന്തെങ്കിലും ഒന്ന് നിനക്കുണ്ടാകണം എന്ന്? നീ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. അബൂബക്കർ പറഞ്ഞു, നഅം വല്ലദീ ബഅസക ബിൽ ഹഖ്. അതേ നബിയെ, അങ്ങയെ സത്യവുമായി നിയോഗിക്കപ്പെട്ട രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അങ്ങേക്ക് പ്രിയപ്പെട്ടതാണ് എനിക്ക് ഏറ്റവും വലുത്. അവരുടെ യാത്ര ഗാർ സൗറിലേക്ക് ചെന്നു ചേരുകയാണ്. അവിടെ എത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കാനക യാ റസൂലല്ലാഹ് ഹത്താ അസ്തബരി അലക്കൽ ഗാർ. തങ്ങൾ അവിടെ നിൽക്കണം, ഞാൻ ഈ ഗുഹ ഒന്ന് പരിശോധിക്കട്ടെ. ഇവിടെ തങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയുടെ ഉള്ളിലേക്ക് കടന്ന് പരിശോധിച്ചു. എല്ലാ സുരക്ഷിതത്വവും വരുത്തിയതിൻ്റെ ശേഷം നബിതങ്ങളെ ഉള്ളിലേക്ക് ആനയിച്ചു. ശത്രുക്കൾ വന്ന് ഗുഹാമുഖം വളഞ്ഞ് അവരുടെ വാൾമുനകൾ അവരുടെ മൂക്കിന് മുകളിലൂടെ ഇങ്ങനെ ആടിക്കളിക്കുന്ന പേടിപ്പെടുത്തുന്ന രംഗം കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന അഹദൻ നദറ തഹ്ത ഖദമൈഹി ലഅബ്സറന. നബിയെ, അവരിൽ ആരെങ്കിലും അവരുടെ കാലിൻ്റെ കീഴിലേക്കൊന്നു വെറുതെ കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. തിരുനബിതങ്ങൾ പതറാത്ത ചിത്തത്തോടുകൂടെ പറഞ്ഞു, മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, ഈ ഇരിക്കുന്ന ഇരുവരെപ്പറ്റി നിന്റെ ഭാവന എന്താണ്? ഇവരോടൊപ്പം മൂന്നാമനായി അള്ളാഹു കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൂഹാ. അള്ളാഹു അവൻ്റെ സമാധാനത്തെ, ശാന്തിയെ അവർക്കുമേൽ ഇറക്കിക്കൊടുത്തു. ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെക്കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തി. അവരിരുവരും സഞ്ചാരം തുടർന്നു.
അസ്റൈനാ ലൈലത്തനാ കുല്ലഹ ഹത്താ ഖാമ ഖായിമുൽ ലഹീറ. രാത്രി മുഴുവനും ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെ വെയിലടിക്കാൻ തുടങ്ങി. നിഴൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉർഫിഅത് ലനാ സഖറത്തുൻ തവീലത്തുൻ ലഹാ ളിൽ. ഒരു ഉയർന്നു നിൽക്കുന്ന പാറ, അതിൻ്റെ താഴെ നിഴൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നം യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, തങ്ങൾ അല്പസമയം വിശ്രമിക്കുകയും ഉറങ്ങുകയും. എന്തൊരു സ്നേഹമാണിത്! നബി തങ്ങളോടൊപ്പം രാത്രി മുഴുവനും സഞ്ചരിച്ചവരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ ഉറക്കക്ഷീണം അദ്ദേഹത്തെയും വല്ലാതെ തളർത്തിയിട്ടുണ്ട്. എങ്കിലും അവർ നബി തങ്ങളോടാണ് ഉറങ്ങാൻ പറഞ്ഞത്. നബി തങ്ങൾ ഉറങ്ങുന്ന വേളയിൽ ഖറജ്തു ഫഇദൻ അന ബിറാഇൻ ഫഖുൽതു അഫതഹ്ലുബു ലി ഖാല നഅം ഫഅതൈതുഹു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ആട്ടിടയനെ കണ്ടു. അയാളോട് എനിക്കൊരൽപ്പം പാൽ കറന്നെടുക്കാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ചു. അയാൾ അനുവാദം തന്നു. ആ പാൽ കറന്നെടുത്ത് ഞാൻ നബിതങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഫശരിബ ഹത്താ റബീത്. നബിതങ്ങൾ ആ പാൽ കുടിച്ചു ഞാൻ സംതൃപ്തനാകുന്നതുവരെ. അല്ലാഹു അക്ബർ! നാം ആലോചിക്കണം, പാൽ കുടിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ദാഹം ശമിച്ചതോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും. ഒരു യഥാർത്ഥ സ്നേഹിതൻ തൻ്റെ സുഹൃത്തിൻ്റെ സന്തോഷത്തിലാണ് അഭിമാനം കൊള്ളുക. ഇപ്രകാരമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സത്യസന്ധമായ ആ പ്രവാചക സ്നേഹം. മഹാന്മാരായ സ്വഹാബത്തും നബിതങ്ങളെ അങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. നമ്മളൊക്കെ തിരുനബിയെ ഇഷ്ടപ്പെടുന്നവരാണ്. അനുഗ്രഹീതമായ ആ യാത്ര കഴിഞ്ഞു. നബിതങ്ങൾ മദീനയിൽ പ്രവേശിച്ചു. അല്ലാഹ മിൻഹാ കുല്ലു ഷൈ. മദീന അവരുടെ ആഗമനം കൊണ്ട് പ്രഭാപൂരിതമായി. നബിതങ്ങളുടെ ചുറ്റുവട്ടവും സഹാബത്ത് സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ശത്രുക്കളിൽപ്പെട്ട ഒരാൾ അവരെ നിരീക്ഷിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അയാൾ പറയുകയാണ്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദൻ മുഹമ്മദ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരാളും അയാളുടെ അനുയായികൾ ഇത്രമാത്രം നേതാവിനെ സ്നേഹിക്കുന്നതായിട്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്വഹാബത്ത് സ്നേഹിക്കുന്നത് പോലെ. ഹിജ്റ മഹബത്തിൻ്റെ പാഠം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് നമ്മുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി സർവം സമർപ്പിക്കാൻ തയ്യാറാകണമെന്ന് നമ്മളോട് പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവരുടെ കുടുംബവും അവരുടെ സമ്പത്തുമൊക്കെ ഹബീബിന് വേണ്ടി അവർ സ്വയം സമർപ്പിതരായി. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, ഭരണകൂടത്തെ സ്നേഹിക്കണം. നമ്മുടെ സമ്പത്തും സമ്പാദ്യങ്ങളുമൊക്കെ രാജ്യത്തിനു വേണ്ടി നാം ചിലവഴിക്കണം. രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത് നീ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തണേ. തിരുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നീ നാൾക്കുനാൾ വർദ്ധിപ്പിക്കണേ. അവിടത്തോടൊപ്പം അവിടുത്തെ സഹാബത്തിൻ്റെ ചാരെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കുകയും ചെയ്യണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.